മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 63:5, The book of Psalms, chapter 63, verse 5. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. ഓർമ്മശക്തി മനുഷ്യന് ദൈവം ദാനം ചെയ്തിരിക്കുന്ന ഒരമൂല്യ സിദ്ധിയാണ്. അത് ജീവിതത്തെ ധന്യമാക്കും. ബാല്യകാല സ്മരണകൾ നമ്മെ പുളകം കൊള്ളിക്കും. യൗവനകാല സ്നേഹിതരെയും അന്നത്തെ സന്തോഷാനുഭവങ്ങളെയും സ്മരിക്കുന്നത് പ്രയോജനപ്രദമാണ്. ഇന്നത്തെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാനത് സഹായകമാണ്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന് യാതൊരു ആസ്വാദ്യതയും ഇല്ലാതാകും. പരിചയക്കാരെയും സ്നേഹിതരെയും കണ്ടാൽ അവരെല്ലാം അപരിചിതരായി. സ്നേഹബന്ധം എന്താണെന്ന് അറിയാൻ പോലും കഴിയുകയില്ല. അറിവുകൾ സമ്പാദിച്ച് വിദ്യാസമ്പന്നരാകുവാനും സാധിക്കുകയില്ല. തെറ്റുകൾ ചെയ്താൽ ഓർമ്മശക്തി ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കുവാനും സാധിക്കുകയില്ല. ഓർമ്മശക്തിയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യും. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖ സംഭവങ്ങൾ എപ്പോഴും ഓർക്കുകയാണെങ്കിൽ ഒരിക്കലും സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളവർ നമ്മോട് ചെയ്ത അനീതികൾ എപ്പോഴും ബോധമനസ്സിൽ ഓർക്കുകയാണെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടും. ഓർമ്മശക്തി ഭൂതകാലത്തെ വർത്തമാന കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു. പണ്ടുണ്ടായ സകല അനുഭവങ്ങളെയും നമുക്ക് വർത്തമാനകാല അനുഭവമാക്കി തീർക്കുന്നു. ദുഃഖസംഭവങ്ങളെ മറക്കുകയും സന്തോഷ അനുഭവങ്ങളെ ഓർമ്മയിൽ പുതുക്കുകയും ചെയ്താൽ ജീവിതം സന്തോഷപൂർണമാകും. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുമ്പോൾ ജീവിതം ആസ്വാദ്യകരമാകും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം സുരഭിലമാകും. ഓർമ്മശക്തി ദൈവം തന്ന ഒരു നല്ല ദാനമാണ്. നന്മയെ ഓർക്കുവാൻ മാത്രം അതിനെ ഉപയോഗിക്കുക. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.